ഇന്ന് ഈ ഗുജിയ മേക്കർ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. പേടിക്കേണ്ട, അത് തന്നെയാണ് നമ്മൾ അട ഉണ്ടാക്കണം ആ മേക്കർ. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ അങ്ങനെ കാണുമല്ലോ, ഇപ്പുറത്തെ ഒരു ഉരുള വെക്കുന്ന എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇവിടെ പത്തിരിയാണ്, അപ്പുറത്തെ അടയാണ്. അപ്പോൾ നല്ല ഈസി മേക്കറാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്, എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. അപ്പോൾ ആദ്യത്തെ കൺഫ്യൂഷനായിരുന്നു മൈദമാവാണോ ഗോതമ്പ് മാവാണോ കുഴക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ആദ്യം മൈദമാവ് ഒന്ന് കുഴച്ച് ഇതുപോലെ ആക്കി നോക്കി, ഉരുളൊക്കെ വെച്ച് പരത്തി നോക്കിയപ്പോൾ പരക്കൊന്നുമില്ല ഗൈസ്. അപ്പോൾ മൈദമാവ് പറ്റില്ല എന്ന് മനസ്സിലായി. എന്നാലും ഞാൻ എൻ്റെ കൈ വെച്ചിട്ടൊക്കെ പരത്തി എൻ്റെ ഒരു സമാധാനത്തിന് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് പിന്നെ പ്രസ് ചെയ്തപ്പോൾ നമ്മുടെ ഏകദേശം ആ പരുവത്തിലുള്ള ഒരട കിട്ടി. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഞാൻ അരിപ്പൊടി കൊണ്ട് അരിപ്പൊടി വാട്ടിയിട്ട് ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് വെച്ചപ്പോൾ അരിപ്പൊടിയിൽ നന്നായിട്ട് പരക്കുന്നുണ്ട്. എന്നിട്ട് അതിന് നല്ല അടിപൊളി ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് ഇത് പൊരിച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ അട റെഡി, നല്ല ഈസിയാണ്. പിന്നെ അത് പൊരിച്ചിട്ടുള്ള വീഡിയോ ചോദിക്കരുത്, അത് അപ്പം തന്നെ തീർന്നു.